വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. ഭദ്രകാളിക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങളാണ് മധ്യമാംസത്തോടു കൂടിയിട്ടുള്ളതായ കർമ്മം. മധ്യമ പൂജ അല്ലെങ്കിൽ ശാക്തായ പൂജ, കവളാചാരം എന്നൊക്കെ പറയുന്ന ആ പൂജ സമ്പ്രദായം, അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കർമ്മം. ഇത് സാധാരണ ഇന്നിപ്പോൾ നാട്ടിലെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചെയ്യില്ല, പക്ഷെ പല വീട്ടമ്പലങ്ങളിലും ഇതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, കർമ്മം ചെയ്യാനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആരും നിന്നിട്ടില്ല. അപ്പോൾ ഒരു ഭദ്രകാളിക്ക് കളം കെട്ടി അതിൽ ഇത്ര ഇന്നമാര് ചെയ്ത് അതിന് ശേഷം കോഴീനറുത്ത് കർമ്മം ചെയ്യുക, കർമ്മപ്രീതി വരുത്തുക എന്ന് പറഞ്ഞാൽ അപൂർവം ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അത് വലിയൊരു വിഷയമാണ്. അറിയാനും കാര്യമൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ആളുണ്ട് വെച്ചാൽ എന്തും പഠിക്കും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കർമ്മങ്ങൾ. അപ്പം ആരും ഇതിന് തയ്യാറല്ലായിരുന്നു. സ്വന്തം മതം, സ്വന്തം ജാതി ഇന്നതാന്ന് പറയാൻ വരെ നാണക്കേടുള്ള ആളുകൾ ഉണ്ട്, ധാരാളം ഉണ്ട്. നമ്മുടെ സ്വന്തം ബന്ധുക്കളെ കാണുമ്പോൾ, സുഹൃത്തുക്കളോ മറ്റുള്ളതായ വിശേഷ ദിവസങ്ങളൊക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാത്ത പോലെ നടക്കുന്നവരുണ്ടാവും. കാരണം ഇന്ന ആളാണെന്ന് അറിയില്ലേ, അല്ലെങ്കിൽ ഇയാളുടെ അച്ഛനല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ ശരിക്കും കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ആ ദേവിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളതായ മാറ്റങ്ങൾ ഉണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. കാരണം ആൾക്ക് ഇഷ്ടപ്പെട്ട കർമ്മമാണ് കൊടുക്കുന്നത്. അതിനിന്ന് പലരും പല കുടുംബത്തിലും ഇതേപോലെ തന്നെ കുമ്പളങ്ങ വെട്ടിയിട്ടോ അതേപോലുള്ളതായ തേൻ ഒഴിച്ച് ഇളനീര് തേനൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. അതിലൊന്നും തെറ്റ് പറയുന്നില്ല, ഒരാളും തെറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പലർക്കും ഇഷ്ടമായില്ല എന്നാണ്. കാരണം ഇപ്പം ദേവി ദാരികനെ കൊല്ലുന്ന സമയത്ത്, ആ കൊല്ലുന്ന സമയത്ത് ഈ ഇളനീരും തേനൊന്നും അല്ല കഴിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് വെച്ചെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയായിരുന്നു. അതല്ല, ആ ദാരികനെ കൊല്ലാനായിട്ടാണ് വന്നിട്ടുള്ളത്. അത് കയ്യും കാലും നഖം ഒക്കെ ഉപയോഗിച്ച്, വാളും എല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്താ, വരുന്ന ചോര താഴ്ത്തു വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകുന്നത്, രാക്ഷസന്മാരുണ്ടാകുന്നത്, അസുരന്മാരുണ്ടാകുന്നത്. അപ്പം അതിന് മറികടക്കാനുള്ളതായ കാര്യങ്ങൾ വീണ്ടും ചെയ്തത്. അപ്പം ഈ കോഴീനെ അറുത്തിട്ട് ആ ചോര, കോഴീനല്ല ദാരികന്റെ ശിരസ് അറുത്തിട്ട് ആ ചോര ഭംഗിയായിട്ട് ആൾ കുടിക്കുന്നുണ്ട്. ദാരികന്റെ ശിരസ്സറുത്ത് കുടൽമാല എടുത്തുമാറിൽ തുടർമാല പോലെ ചാർത്തി കുടുകുടേ വരുന്ന ചോര കുടിച്ചുടൻ മതം കലർന്ന് എട്ടാശ പൊട്ടും വണ്ണം അഷ്ടഹാസങ്ങളും ചെയ്ത് കോപമായി നിൽക്കും നേരം. കണ്ട, അപ്പൊ അതിൽ പിന്നെ പറയണെന്താ, പശുപതി അറുത്തു തന്റെ അണിവിരൽ ചോര കൊണ്ട് ദാഹവും കോപമെല്ലാം തീർത്തരുളി പരമീശൻ താൻ. അപ്പോ ഈ ദേവി ദാരികനെ വന്നിട്ട് ഭയങ്കരമായിട്ട് അലറിക്കൊണ്ടിരിക്കുക, തളർച്ചയും അത് വേറെ. കാരണം അത്രയധികം പാടുപെട്ടിട്ട് ആൾക്ക് ഇനി എന്തെല്ലാം ചെയ്തിട്ടും ദാഹം മാറണില്ല എന്ന് പറയണത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോര ഒരുപാട് മുഴുവൻ ദേവി എന്നെ കഴിച്ചിട്ടുള്ളത്, എന്നിട്ടും ദാഹം നിൽക്കണില്ല. അപ്പൊ ഇത് ആരെങ്കിലും പറഞ്ഞാൽ അവർ ബോധിക്കുമോ? നമുക്കെല്ലാം കേട്ടറിവാണ്, കണ്ടറിവില്ല. ആ കേട്ടറിവിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ കാളീനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ ഈ ഭദ്രകാളിയുടെ ഈ കഥ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ കൊടുക്കാനായിട്ട് ദാഹം തീരുന്നില്ല. അപ്പൊ ആന പോലറക്ക് പണ്ട് ആനമേലുതങ്ങാഞ്ഞിട്ട് ആളുപോലറക്ക് പണ്ട് ആളുമേലുതങ്ങാഞ്ഞിട്ട് കോഴി പോലറക്ക് പണ്ട് കോഴിമേലുതങ്ങാഞ്ഞിട്ട് കോഴി എന്ന നിൻമൂലം ചൊല്ലും കൊടിയൊരു ദേവതാമാരേ പാവന അസുരൻ പണ്ട് ബ്രഹ്മനോട് വരവും വാങ്ങി അവന് നീ മുടിച്ച കാലം ഭൂമിയിൽ വീണു ചോര മുട്ടയായി രണ്ടു അങ്കാരച്ചൂട്ടിടുന്ന ചേരാമൻ കോഴി തന്നെ ആട്ടിയുടൻ പിടിച്ചുകൊണ്ട് അന്നവും നീര് മുട്ടി. അങ്ങനെ ദാഹം തീരാന്നപ്പോ പലതരം മൃഗങ്ങളെ വെട്ടി, ആടിനെ വെട്ടി, കോഴീനെ വെട്ടി, ആളേനെ വെട്ടി, എന്നിട്ടും ദാഹം നിൽക്കുന്നില്ല. അപ്പോഴാണ് അച്ഛന്റെ വിരല് മുറിച്ചിട്ടാണ് ഇത്ര കൊടുക്കുന്നത്. കണിശ്വരനാഥൻ അണിവിരൽ വെട്ടി മങ്കി പാടകൾ നേട്ടു, പാടകൾ മീത വരുന്നൊരു ചോര കുടിച്ച് കളിച്ചു ചിറിച്ച് മതിച്ച് കാവും നദിയും കാണാഞ്ഞിട്ട്
തെക്കേ കോടി ശ്രീപാർ കടലിൽ മധ്യേ നോക്കി കൊടുങ്ങല്ലൂരിരിക്കും ഭഗവതി ഭദ്രകാളി. അപ്പൊ കൊടുങ്ങല്ലൂരിരിക്കുന്നതായ അമ്മയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ അമ്മേനെ തന്നെയാണ് പല നമ്മുടെ കാർന്നവന്മാരെ, ഗുരുമുത്തച്ഛന്മാരെ, അച്ചാച്ചന്മാരിൽ മുത്തച്ഛൻ, മുതുമുത്തച്ഛന്മാരെ ഉപാസന ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളത്. ആ ഭഗവതിക്ക് ഇഷ്ടമുള്ള ഭോജ്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ആ കാളിക്ക് 16 അടിക്ക് കളം കെട്ടി അതിൽ വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ ചെയ്ത് തവിട് വെച്ച് 16 അടിക്ക് കളം കെട്ടിയിട്ട് അതിലും വലുത് 64 അടിക്കാ. അപ്പൊ 16 അടിക്ക് കളം കെട്ടി അതില് ഓരോ ഇലനിറക്ക് വെച്ച് അരി നെല്ല് വെച്ച് നെല്ല് വറുത്ത് കുത്തിയ തവിട്, ആ തവിടും വെച്ചതിന് ശേഷമാണ് കള്ള്, ഗുരുതി, ബ്രാണ്ടി ഇതൊക്കെ വെച്ച് ഗുരുതി എന്താ അത്യന്ത വിഷു തന്നെയാണ്. ഇതൊക്കെ വെച്ചിട്ട് വേണം, അത് തിരി കത്തിച്ച് വെച്ചിട്ട് വേണം കാളിയുടെ മന്ത്രം ചൊല്ലിയിട്ട് അതില് കോരി കൂട്ടാനായിട്ട്. അതൊക്കെ പാട്ട് പോലത്തെ മന്ത്ര, മൂലമന്ത്രം ചൊല്ലിയിട്ട് നിർത്തലല്ല. അപ്പൊ ഇത് പലർക്കും അറിയില്ല. ആ കോഴീനെ അന്നം നീരും മുട്ടി, അന്നവും നീരും മുട്ടി സന്തതം വരികനാളേ ഇന്ദ്രനായി പടച്ചാളമ്മേ ശിവശങ്കര മകളേ ഭദ്രകാളി. നട്ടുച്ച നേരവും നടുകൊണ്ട പാതിരയ്ക്കും മണ്ഡലം തന്നിൽ നിന്നും വെട്ടിനാൽ കോഴിച്ചോരയിൽ നിന്നരുളും ഭഗവതി ഭദ്രകാളിക്കടക്കം നമസ്തോടു നമസ്തൻ നമസ്തൻ. അപ്പോ ആ കോഴിച്ചോരയിൽ നിന്ന് തന്നെ അത് അറുത്ത് കഴിഞ്ഞാൽ ദേവിയുടെ ഉദയം അസ്തമാനൊക്കെ അതിൽ തന്നെ അവിടെ തന്നെ കഴിയും. കണ്ട, അപ്പൊ അതിനെ പറ്റിയ സമയമാണ്, കർമ്മം ചെയ്യാൻ പറ്റിയ സമയമാണ്. നട്ടുച്ച നേരവും നടുകൊണ്ട പാതിരയ്ക്കും. അപ്പൊ ഈ സമയത്താണ് ഭഗവതിയുടെ കൃത്യമായിട്ടുള്ള സാന്നിധ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളത്. ആ സമയത്താണ് ദേവിക്ക് എല്ലാ കളങ്ങളൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പന്തം കുത്തി വെച്ച് കത്തിച്ചിട്ട്, അതേപോലെ തന്നെ പാല നാട്ടി അതിനടുത്താണ് തെണ്ടൻ കാലൊക്കെ വെച്ച് അതിന് കടക്കിലാണ് ഈ കളം എഴുതിയിട്ട് 16 അടിക്ക് കളം കെട്ടി അതിനെ വീതിയിലൊക്കെ എന്താണ് ഡിസൈനൊക്കെ ചെയ്തിട്ട് അതിനെയാണ് പൂജിച്ച് ആ കാളിയുടെ സാന്നിധ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് കൊടുക്കുക. അത് വീരഭദ്രനും 16 അടിക്ക് തന്നെ കളം കിട്ടുക, എന്നിട്ടാണ് ഇത് കൊടുക്കുക. അപ്പൊ ആ സമയത്ത് ഇവിടെ ഭദ്രകാളിനെ അറിഞ്ഞിങ്ങോട്ട് വിളിക്കുക. ആ വിളിക്കുമ്പോൾ ഭക്തന്മാര് അത് വളരെയധികം മനസ്സൊരുക്കി വിളിക്കുന്ന സമയത്ത് ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ആ ഭഗവതിയുടെ സാന്നിധ്യം അതുകൊണ്ടാണ് പല വെളിച്ചപ്പാടും കോമരങ്ങളൊക്കെ തലയെല്ലാം വെട്ടിപ്പൊളിച്ച് നിൽക്കുന്നത്. നല്ലൊരു ബുദ്ധിയോട് കൂടിയിട്ട് ചിലർ വേറെ ഇങ്ങനെ ആക്കുന്നവരുണ്ട്. ഏതായാലും ഇതുവരെ വന്നില്ലേ, ഇന്നതിങ്ങനെ ഇരിക്കട്ടെ വെച്ചിട്ട് അതല്ലാതെ അറിഞ്ഞ് അലറി വിളിക്കുന്നവരുണ്ട്. എൻ്റെ അച്ചാച്ചൻ ഭഗവതീനെ ഭദ്രകാളിനൊക്കെ നല്ല ഉപാസകനാണ്, കൊടുങ്ങല്ലൂർക്ക് നടന്നിട്ട് പോവുക. അപ്പൊ അദ്ദേഹത്തെ ഉള്ളിക്കഴിഞ്ഞാല് വലത്തെ കയ്യിൽ പള്ളിവാളും ഇടത്തെ കയ്യിൽ കൈച്ചിലമ്പും വെച്ചിട്ട് വാള് വെച്ചിട്ടാണ് ആള് അട്ടഹച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വാളും വെച്ചിട്ട് അതിലാണ് ചെലമ്പോണ്ടാണ് അടിക്കുക. ചെലമ്പോണ്ട് ഈ വാളിന്റെ മീതെ അടിക്കുക, വെട്ടിപ്പൊളിക്കുക. അപ്പോ അതൊക്കെ പഴയ കാലത്തുള്ള കോമരക്കാരുടെ കഴിവുകളാണ് അതൊക്കെ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നൊക്കെ വല്ലവരും ഒക്കെ കാട്ടിക്കൂട്ടുണ്ടെന്ന്. നമുക്ക് എങ്ങനെയും അത് ആവണം, അതാണെന്ന് പറയണം, വരുത്തി തീർക്കണം എന്നുള്ളതില്ല. അതുകൊണ്ട് തന്നെ പലരും വിജയിക്കാറില്ല. ഇപ്പോ പല ഗുരുക്കന്മാരും പറയുന്ന പോലെ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞ് അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാന്നിധ്യം നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. അതൊക്കെ അനുഭവമാണ്, ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. പലരും അതിന് തയ്യാറല്ല. പലർക്കും ഇന്ന് ആവശ്യമുള്ള അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ അതില് ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ വിജയിക്കാതിരിക്കാം. എങ്കിലും പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് അവര്. ആ ഭഗവതീനൊക്കെ പിന്നെ ചാച്ചൻ തന്നെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഭദ്രകാളിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ കൂത്തിച്ചേ, അത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് കേൾക്കുമ്പോൾ അസഭ്യവാക്കായാലും ശരി, പലരും അതിനെ കൂത്ത് ആടി നടന്ന ആ ഒരു അച്ചി അതൊന്നല്ല. അവർക്കറിയാം ആ വിളിയുടെ എന്താണ് സാധ്യത എന്താണെന്ന് അറിയാം. എന്തുകൊണ്ടാണ് ആ വിളി വന്നിട്ടുള്ളത്? കാരണം അറ്റാകാരന്റെ കയ്യിലാണ്. കാരണം ഏതെങ്കിലും ബാധകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചതിപ്രയോഗങ്ങളോ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ
അതിൽ പെട്ടുപോകും ഞാൻ എന്നുള്ളതാണ്. ചിലരെ കൂത്തിച്ച് എന്നിട്ട് നെഞ്ചത്ത് അടിക്കുക, ചിലർ തുടയമല്ല അകം തുടയമ അടിക്കാം കർമ്മത്തിനൊക്കെ ഇരിക്കുമ്പോൾ. ആ സമയത്ത് കൃത്യമായിട്ടുള്ള അവിടെ ആൻസർ ഉണ്ടായിരിക്കും. അപ്പൊ ഭദ്രകാളിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കുമ്പളങ്ങ ഇതൊന്നുമല്ല, അത് അവർ ചെയ്യുന്നത് തന്നെ വലിയ പുണ്യം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു വിഭാഗം ആളുകൾ അത് ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു, ഒരു വിഭാഗം. പല സമുദായത്തിലുണ്ടാവും, പറയാ പാണൻ അല്ലെങ്കിൽ വേട്ടുവ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഈ പുലയ, കണക്ക, അതിലൊക്കെ നല്ല കർമ്മികൾ ഉണ്ടായിരുന്നു. ആ കർമ്മികൾ ഇതേപോലെ മധ്യമകർമ്മം ചെയ്യുന്നവരാ. അവർക്കൊന്നും ഒരു പേടിയില്ല. കാരണം ഇത് കണ്ട് അറപ്പ് മാറിയിട്ടുള്ളതാണ്. ഏത് കർമ്മങ്ങൾ ചെയ്തിട്ട് കോഴിയും കള്ളും ഇതൊക്കെ കൊടുത്തിട്ട്. അപ്പൊ അവർക്ക് ആ ദേവീനെ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ അവർ വിളിക്കുക, ഭയപ്പാടോട് കൂടി നിൽക്കുന്നില്ല. ആ ദേവിക്ക് കള്ളം കെട്ടി അത് കഴിഞ്ഞ് അവർക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടി ഭദ്രകാളിനെ സാന്നിധ്യമാക്കി. ഇത് വേറെ ഒരു അളവ് കോലൊക്കെ വെച്ചിട്ടില്ല വെച്ചെങ്കിൽ ഒരുപാട് പണികളാണ് എടുക്കുന്നുണ്ടാവുക അദ്ദേഹം. പക്ഷെ അവര് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ കണ്ടു വളർന്നിട്ടുള്ളതാ. അപ്പൊ അത് കാരണം നമുക്ക് അതിന്റെ എങ്ങനെയാണെന്ന് അറിയാം. കർമ്മങ്ങള് അച്ചാച്ചന്മാരും ചെറിയച്ഛനും ഇവരൊക്കെ എല്ലാവരും കർമ്മം ചെയ്യുമ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഭദ്രകാളിക്ക് എങ്ങനെ ചെയ്യണം, അതിലെങ്ങനെ കോരി കൂട്ടണം, അതിലെങ്ങനെ കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ അവർ തുള്ളണത് എങ്ങനെ, അത് ഇന്നമാരി. പക്ഷെ അതിന്നൊക്കെ വളരെ മുന്നോട്ട് പോയിന്ന്. ഇന്നൊക്കെ വളരും ഒരു കാട്ടിക്കൂട്ടിൽ മാത്രമേ ഉള്ളൂ, കാട്ടിക്കൂട്ടില്. കാരണം നല്ലത് വരും, നല്ല സംഗതി അതിന്ന് പോവും. ഇന്ന് നമുക്ക് കൈമാറിയിട്ട് ഇന്ന് കാണുന്നത് എന്തോ അതിൽ നിന്നുള്ള വിത്തുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു കലാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു കർമ്മികളോ 1, 2, 3 തവണ ഒരു കർമ്മിയുടെ ഒപ്പം നിന്ന് 1, 2, 3 കർമ്മത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ ശിഷ്യൻ പിന്നെ ആശാനായി. ആ സമയം ഒരു 1000 കർമ്മം കഴിഞ്ഞാലും ഈ പോകുന്ന ഈ ഗുരുനാഥനെ ആള് ഇന്നും അതേപോലെ തന്നെയാ. പക്ഷെ അത് എത്ര ഞാൻ പറയും 1000 പൂജകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക. അത്രയും പ്രഗത്ഭന്മാരായിട്ടുള്ളതായ ശിഷ്യഗണങ്ങൾ, അച്ഛൻ അങ്ങനെയുള്ളതായ ആളുകളൊക്കെ കണ്ടും കേട്ട് വളർന്നു വെച്ചിരിക്കുക. അവർക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ മിനിഞ്ഞാന്ന് വന്ന അവരൊക്കെ നാളെ വലിയ കർമ്മികളായിട്ടാണ് മാറുക. അവരിൽ നിന്നാണ് പിന്നീടുള്ളതായ ശിഷ്യഗണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അറിവില്ലായ്മ എന്നാണ് വീണ്ടും പോണത്. അറിവില്ലായ്മ എന്താ, അതിന്റെ അപ്പുറത്താണ് ആള് ചെയ്യുന്നത്. അപ്പോ ഇത് അറിഞ്ഞും കേട്ടും കണ്ടും മനസ്സുകൊണ്ട് കണ്ട്, മനസ്സുകൊണ്ട് കേട്ട്, മനസ്സുകൊണ്ട് പഠിച്ച് അതിന് കുറേ അധികം ഇരുത്തം വരാനുണ്ട് ആ ഭഗവതിനെ. ആ വിളിച്ചാൽ വെളിപ്പുറത്ത് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടങ്ങൾ കഴിയണം. ഒരു പാക്കനാര് എന്ന് പറയാൻ അദ്ദേഹം ഒരു വയലിൽ പണിയെടുക്കുക. കട്ട എന്നൊക്കെ തല്ലി പാടത്തിന്റെ കട്ടകറ്റ് അങ്ങനെയുള്ളൊരു ഇതിലാണ് പെട്ടിട്ടുള്ളത് പണിയില്. അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വെയിലാ, നല്ല അടിപൊളി വെയില്. ആ സമയത്ത് ഒരു അമ്മ അങ്ങനെ ഓലക്കൊടിയും ചൂടിയിട്ട് വരിക. അങ്ങനെ വരുന്ന സമയത്ത് അമ്മ പറയും, മോനെ ഭയങ്കര ദാഹം, വീടൊക്കെ ചുറ്റുപാടും നടുക്കാണ്. ഇപ്പൊ ഈ പാടത്താണ് ഇവർ വന്ന് പെട്ടിട്ടുള്ളത്. ഇദ്ദേഹം നടുക്കാണ്. കാരണം അപ്പുറത്ത് നല്ല വീതിയുണ്ട്. കാരണം കരയൊക്കെ കാണാൻ പറ്റാത്ത തരത്തിലാണ്, അത്ര അധികം അകലത്തിലാണ് കര കിടക്കുന്നത്. അപ്പൊ ഈ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, അവരടി നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള അമ്മ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അമ്മ അവിടെ ഇരിക്കട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി, കട്ടയ്ക്കുള്ള ഒതുക്കിയൊരു വലിയൊരു വരമ്പിന്റെ മീതെ അവിടെ ഇരുത്തിയിട്ട് ഇദ്ദേഹം ഓടണ വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കരയിലേക്ക് പാടം വിട്ട് കരയിലേക്ക് കാരണം കുറെ ദൂരമുണ്ട്. ആ ദൂരത്തേക്ക് ഓടുക. ആ ദൂരത്തേക്ക് അവിടെ ഒരു വീടുണ്ടെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ്. കാരണം ഇവിടെ വേറെ തോടും കുളമൊന്നും ഇല്ല, കിണറോ വെള്ളം എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തുണ്ടായിച്ചാല് ഇദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും. കാരണം ഇത്തരം ആളുകളൊക്കെ മുട്ടിന്റെ അവിടെ താഴേക്ക് കൊടുക്കാൻ പാടില്ല അന്നത്തെ കാലത്ത്. മുട്ടിന്റെ അവിടെയുള്ള വെള്ളമുണ്ട്, ഒറ്റമുണ്ട് ഇങ്ങനെ തിരത്ത് കൊടുത്തിട്ട്. അപ്പൊ ഇത് കണ്ടാലറിയാം ഇയാള് ജാതിയിൽ ഇന്ന ആളാണ് പറയുന്നതാണ്. ഇവിടെ വെള്ളമൊന്നുമില്ല, പൊക്കോളോ, ഇവിടെ ഒന്നും വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഓടിച്ചു. അങ്ങനെ വീണ്ടും ദൂരത്തേക്ക് പോയി, വേറെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ ആളുകളൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ഇയാളിനെ ഒരു വ്യക്തിനെ കണ്ടാലറിയാം അദ്ദേഹത്തിന്റെ
ഡ്രസ്സിങ് കണ്ടാലറിയാം അദ്ദേഹത്തിൻ്റെ ചെരുപ്പ്, അതേപോലെ തന്നെ മുടി ചീകല്, ഡ്രസ്സ്, വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അറിയാൽ കുഴപ്പമില്ല, നല്ലൊരു സംസ്കാരമുള്ളതാണ്, അല്ലെങ്കിൽ നല്ലൊരു കാശുള്ള വീട്ടിലത്തെ നല്ല സ്ഥലത്തെയാണ് എന്ന് തോന്നും. അല്ലെങ്കിൽ കൂറൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലോ അദ്ദേഹത്തിനെ കുറിച്ച് അപ്പനെ വിലയിരുത്തും. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് നോക്കുമ്പോൾ ഇവരൊക്കെയും മനസ്സിലാക്കുന്നത് തന്നെ ഒരു പറയാനാണ് വരുന്നത്, അതിൻ്റെ ഇവിടെ വെള്ളമില്ല. അങ്ങനെ ആള് ആ പരിസരത്തുള്ള വീടുകളൊക്കെ ഓടി നടന്നു ഈ അമ്മയ്ക്ക് കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിട്ട്. ഇദ്ദേഹം വിശന്നിട്ട് കിതയ്ക്കുന്നുണ്ട്, വിശർത്തുലിക്കുന്നുണ്ട്, ആരും വെള്ളം കൊടുക്കണില്ല. അങ്ങനെ ആ വഴിയിലുള്ള ചുറ്റുവഴിയുള്ള എല്ലാ വീടുകളും ഇദ്ദേഹം കയറി ഇറങ്ങി, ഒറ്റ ആളും വെള്ളം കൊടുക്കണില്ല. അയ്യോ എൻ്റെ അമ്മ വെള്ളം കിട്ടാണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടാണ് അത് ചെല്ലണം. അവിടുന്ന് അങ്ങനെ ആരും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നിരാശയായി അദ്ദേഹത്തിന്. അങ്ങനെ ഈ അമ്മയുടെ അടുത്തേക്ക് വരിക, എന്ത് ചെയ്യാ, ഞാൻ തോറ്റു, എന്നെ കൊണ്ട് നിവൃത്തിയില്ല. കാരണം അദ്ദേഹത്തിന് പരീക്ഷിക്കാൻ കൂടിയിട്ടാണ് അമ്മ ചെയ്തത്. പക്ഷെ അതിൽ വലിയ പാവമായിരുന്നു അദ്ദേഹം. ആ വെയിലും കൊണ്ട് ആ സ്ഥലത്തെല്ലാം ഓടണം എന്ന് വെച്ചാൽ വേറൊരു അമ്മയ്ക്ക് വേണ്ടി, ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഓടണം വെച്ചാൽ ആര് ചെയ്യും അങ്ങനെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആ പാക്കനാരുടെ മനസ്കത അതന്നെ. അപ്പൊ അദ്ദേഹം ഇവിടെ എല്ലാം കറങ്ങി വന്നിട്ട് വീണ്ടും ഈ അമ്മയുടെ അടുത്തേക്ക് വരിക. അമ്മ വെള്ളം കിട്ടിയില്ല എന്നുള്ള ആ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ആ ഒരു വിഷമം പറയാനായിട്ട്, സങ്കടം പറയാനായിട്ട്, ഞാൻ എൻ്റെ സ്ഥലത്തൊക്കെ പോയി വെള്ളമില്ലാന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വരുന്ന വഴിയിൽ പെട്ടെന്നൊരു നീരുറവ പൊട്ടി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൂത്തിരി കത്തുന്ന മാതിരി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഇത് അദ്ദേഹം വിചാരിച്ച് എന്തോ ഒരു അത്ഭുതം ഇവിടെ ഉണ്ട്, എന്തായാലും എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ ആ സ്ത്രീ കുറച്ച് വെള്ളം കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇലകളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അതിലൊരു കുമ്പിളൊക്കെ കുത്തിയിട്ട് അതിൽ വെള്ളം കൊണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ആണ് ഇദ്ദേഹം കുറെ വെള്ളം കുടിച്ചു. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് ആളില്ല. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ കുട ചാരി വെച്ചിട്ടായിരുന്നു, കുട നിവർന്നിട്ടാണ് നിൽക്കുന്നത്. ആ കുട ദേവിയുടെ ഒരു സാന്നിധ്യമായിരുന്നു. അപ്പൊ ദേവി പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ ആ പ്രവൃത്തിയിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഒരാളും ചെയ്യാത്ത പണി നീ ചെയ്തിട്ടുള്ളത്. ഞാൻ വെള്ളം കുടിച്ചു, സന്തോഷമായി. ഞാൻ ഇന്ന ആളാണ്, നീ ഒരു കാലത്തും കഷ്ടപ്പെടില്ല, എന്നെ സ്മരിച്ചാൽ മതി. പാക്കനാർക്ക് പിന്നെ വേറൊരു പറയുണ്ട്, അന്നന്ന് കുളിച്ച് അന്നന്ന് നോൽക്കാന്ന് പറഞ്ഞിട്ട് 17, 7, 14, 21, 41 വേണ്ട, അന്നന്ന് കുളിക്കുക, അന്നന്ന് നോൽക്കുക. ആ ദേവിയുടെ സാന്നിധ്യം ഉണ്ട്, അത്രയും ബന്ധമാണ് അവര്. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ആ ദേവീനെ എന്നിട്ട് നോക്കുമ്പോൾ ഈ കുട എടുത്ത് നോക്കുമ്പോൾ കുട കിട്ടുന്നില്ല, കുട അവിടെ ആണ്ടുപോയി. അവിടെ പിന്നെ ദേവിയുടെ ഉത്തരവ് അശരീരി ഉണ്ടാകുന്നത്, ഞാൻ ഇന്ന ആളാണ്. പിന്നീട് അവിടെ ഒരു ക്ഷേത്രമായി മാറി. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഭഗവതിയുടെ അനുഗ്രഹം അത്രയും അവരുള്ളൊരുക്കി പ്രാർത്ഥിച്ച് ആ ദേവി എന്നുള്ളതായ ആ ഒരു സംഭവത്തെ, ആ ദൈവത്തിനെ കൃത്യമായിട്ട് അദ്ദേഹം മറ്റുള്ളതൊന്നും ആഗ്രഹിച്ചിട്ടാവില്ല അദ്ദേഹത്തിന് ഉപാസിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടാവുക, അല്ലെങ്കിൽ പൂജിച്ചിട്ടുണ്ടാവുക. അത് തലമുറയിൽ നിന്ന് വരണതാണ്, ആ സംസ്കാരം തലമുറയിൽ നിന്ന് വരണതാണ്. അത് ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഇതൊരു പാക്കനാറ് കാര്യം പറഞ്ഞേ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരടുത്തൊരു പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. അത് 18 കാവിൽപ്പെട്ട ഒരു കാവാണ്. മണിമലർക്കാവ് എന്ന് പറയും, മണലിക്കാവെന്ന് ഷോർട്ടായിട്ട് പറയും. അപ്പൊ അവിടുത്തെ ഒരു വെളിച്ചപ്പാട്, ആ വെളിച്ചപ്പാട് ഇപ്പോഴൊന്നല്ല കേട്ടോ, വളരെ കൊല്ലം മുമ്പ് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ നിൽക്കുമ്പോൾ അന്ന് പോകുന്ന റാണി ബസ് അങ്ങനെയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിന് ബസ്സിനെ കൈ കാട്ടി നോക്കുമ്പോൾ ബസ് നിർത്തിയില്ല. ഡ്രൈവർ ശ്രദ്ധിച്ചില്ല, കാരണം ഇങ്ങൊരു സൈഡിലാണ്, പുറത്താണ് നിൽക്കുന്നത്, ശ്രദ്ധിച്ചില്ല. വണ്ടി പോയി. അദ്ദേഹത്തിന് വയ്യ, കാരണം നടന്നിട്ട് തന്നെയാണ് അദ്ദേഹം പോണത് ഈ അമ്പലത്തിലേക്ക്. അങ്ങനെ പോയ വശം കൂത്തിച്ചേ എന്ന് പറഞ്ഞിട്ട് ആള് കൈ വെച്ചു. വണ്ടി നിന്നോടെ, വണ്ടി ഇളകണില്ല, വണ്ടി സ്റ്റാർട്ടാവണ്ട, വണ്ടി പോവാൻ. അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലായി. ലാസ്റ്റ് അവരുടെ നിർബന്ധപ്രകാരം ഡ്രൈവർ വന്നിട്ട് അദ്ദേഹത്തിനെ വണ്ടിയിൽ കയറ്റി തെറ്റും മാപ്പൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് വണ്ടി കൊണ്ട് പോയിട്ടുള്ളത്. അപ്പൊ അത്രയും പ്രഗത്ഭന്മാരുണ്ടായിരുന്നു, ആ ദേവിയുടെ ഇഷ്ടക്കാരുണ്ടായിരുന്നു. അത്രയധികം കരളിലായിരുന്നു ആ വെളിച്ചപ്പാടിന്, ആ ദേവിക്കും
ദേവിയെ വെളിച്ചപ്പാടിനും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ദേവിക്ക് ഇഷ്ടപ്പെട്ട കർമ്മം. ഇത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യാനല്ല കേട്ടോ പറയുന്നത്. ഇന്ന് നിലവിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്തു പോവുക. കാരണം പല ക്ഷേത്രങ്ങളിലും ഉത്തമഭാവത്തോടിരിക്കുന്നതായ ദൈവ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവർക്ക് മധ്യമഭാവത്തില് അല്ലെങ്കിൽ പുറംകളത്തില് പുറത്ത് കളം കെട്ടിയിട്ട് അവർ ചെയ്യേണ്ടതാ, അതിനിട്ട് അറിയൂല. കാരണം പലവരും ഇന്ന് സ്വന്തം വീട്ടിൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പലരും ഈ കർമ്മികളെ പൂജാരിമാരെ പുറത്തുനിന്ന് വെക്കുക. അപ്പൊ അവർക്ക് ഇതുപോലെ തന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതായ താന്ത്രികമായിട്ടൊക്കെ പഠിച്ചിട്ടുള്ള കർമ്മികളായിരിക്കും. ആ താന്ത്രികത്തിലൊന്നും കോഴി നറുക്കുന്നതും 16 അടിക്ക് അല്ല കളം കെട്ടിയിട്ട് ഇന്നമാതിരി കള്ള് തവിട് വെക്കണമെന്ന് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് അവർക്ക് അതിൽ പറഞ്ഞ പോലെ തന്നെ കളം കെട്ടിയാലും മരുന്നെല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ, ആ കോമ്പൗണ്ടിന്റെ ഉള്ളില്. എന്നിട്ട് കുമ്പളങ്ങ മുറിക്കുക, കുമ്പളങ്ങ അറുത്ത് ഗുരുതി സമർപ്പിക്കുക. അപ്പൊ ഇവിടെ അതിനെയാണ് ചെയ്യണത്. സംഗതി മാറിയെന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ അതാണ് അവർ മനസ്സിൽ. ഇതെന്തിനാണെന്നുള്ളത് അവർക്കറിയാം. ഇതെന്തിനാണ് കുമ്പളങ്ങ മുറിക്കുന്നത്? കോഴിക്ക് പകരം. അപ്പൊ കോഴിയെ നറുക്കേണ്ടത്. അപ്പൊ അവരെ മനസ്സാലെ ആ സംഗതി അവിടെ ചെയ്ത ഒരു ഇതാ വരണത്. അപ്പൊ അങ്ങനെ. അപ്പൊ ചില ക്ഷേത്രങ്ങളിലൊക്കെ രക്തം വീണ് കഴിഞ്ഞാൽ അശുദ്ധിയാവുന്നതായ ചിലർ ഭാഗ്യമുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ചെയ്യുന്ന സ്ഥലങ്ങളില്ലേ, ഇത് വലിയ ക്ഷേത്രങ്ങളിലാണ്. ഇപ്പൊ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് ഈ ചൊവ്വ സമ്പ്രദായത്തിന് ദേവിക്ക്, ഭദ്രകാളിയുടെ തന്നെ ആ ഉഗ്രരൂപത്തിന് അല്ലെങ്കിൽ മലവായി, ഇവർക്കൊക്കെ ഇത് വേണം. ഇപ്പൊ ഭദ്രകാളി ചൊവ്വയ്ക്കായാലും ശരി, അല്ലെങ്കിൽ മറ്റ് ഭുവനേശ്വരിക്കും അങ്ങനെ തന്നെയാണ്. വീരഭദ്രൻ, പിന്നെ മലബാരൻ മൂർത്തികളായ ചാത്തൻ, കരിങ്കുട്ടി, കുട്ടി ഗുളികൻ, ചൊവ്വ, മറ്റേ ഗുളികൻ, കല്ലടിക്കൂട്, കരിനീലിയമ്മ, ഈ സെക്ഷനിൽ പെട്ടവർക്കൊക്കെ ഇതാണ് കർമ്മം. ഇതാണ് അവർക്ക് ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാലാണ് അവർക്ക് തൃപ്തിയാവുക. മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതിനെ പറഞ്ഞു കൊടുക്കാനൊന്നും ആളില്ല, പഠിപ്പിച്ചു കൊടുക്കാനും ആളില്ല. ഇങ്ങനെ കർമ്മം ചെയ്യണം, ഇന്നമാതിരി കളം കെട്ടിട്ട് ഇന്നമാതിരി ഇതൊക്കെ എല്ലാം വെച്ച ഒരുക്കും പൊടികളും വെച്ചിട്ട് അത് ചെയ്യാൻ പല കളക്കാർ ചെയ്യും. കളം നടത്തുന്ന ആളുകളുണ്ട്, കളക്കാരുണ്ട് മണ്ണാൻ സമുദായത്തിലൊക്കെ വിട്ടിട്ടുള്ളത്. അവരൊക്കെ ഇന്നും ഇതേപോലെ തന്നെ ആചരിച്ചു വരുന്നുണ്ട്. അത് രൂപക്കളായാലും ശരി, മറ്റു കളങ്ങളായാലും ശരി, അവരടിക്ക് അതിനെ കളം കെട്ടിയിട്ട് ഒക്കെ ചെയ്യും. അപ്പൊ അത് വേറൊരു മറ്റെന്താണ് ആളുകളെയാണ് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ചെയ്യില്ല. അപ്പൊ കളം നടത്തുന്ന ആളെ ചാത്തന്റെ കളവും മറ്റുള്ളത് എന്ത് കള, ഭഗവതിയുടെ കളായാലും ശരി, അവർ 16ഉം 8 ഒക്കെ ഉള്ള കളങ്ങളൊക്കെ ഇട്ട് 16, 9, 5. സാധാരണ 16 അടിക്കാണ് ഭദ്രകാളിക്ക് കെട്ടുക. അതേപോലെ തന്നെ അതിനോടുകൂടി അനുബന്ധപ്പെട്ട് അവിടുത്തെ ചാത്തന്മാർക്ക് 9 അടിക്ക്. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഗുരുമുത്തച്ഛന്മാർക്കോ അല്ലെങ്കിൽ ഗുളികനൊക്കെ സങ്കല്പിച്ച് 5 അടിക്ക്. അപ്പൊ 16, 9, 5 എന്നുള്ള ഒരു സാധാരണ അങ്ങനെ ഒരു ഇതിലാണ് കർമ്മം ചെയ്യാം. ഈ പറഞ്ഞു വന്നത് ഭദ്രകാളി മൂർത്തിക്ക് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അമ്മയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതിന് വലിയ മന്ത്രപഠിപ്പൊന്നും വേണ്ട. നാക്കലയിൽ കളം കെട്ടിയിടാൻ പറ്റിയില്ല വെച്ചെങ്കിൽ നാക്കലയിൽ അരിനെല്ലും വെച്ച് കുറച്ച് തവിടിട്ടിട്ടായാലും ശരി, കള്ള് കുരി ഇതൊക്കെ വെച്ച് അതിനുശേഷം കുഴി നിർത്താലും മതി. കളവിടണമെന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ തനതായ കർമ്മങ്ങൾ അതിൻ്റെ അമ്മ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നല്ല ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളൊക്കെ ഉണ്ട് കർമ്മികൾ ബാധാ വേർപാടൊക്കെ നടത്തുകയാണെന്ന് വെച്ചെങ്കിൽ ഈ സംഭവം ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആ വരുന്നതായ പ്രേത സാന്നിധ്യങ്ങളോടുകൂടി പടവെട്ടിയിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭദ്രകാളിയും അതേപോലെ തന്നോട് കൂടിയിരിക്കുന്ന മൂർത്തികൾക്കും ആ പേശും പെരുമ്പടന്മാർക്കും ആ കളവിട്ട് തൂളാർപ്പൊടി എന്നും പറയും, അതുപോലെ തവിട്, ആ തവിടൊക്കെ ഇട്ടതിന് ശേഷം കുഴി വെട്ടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ശക്തി ചൈതന്യങ്ങൾ വരിക. അപ്പോൾ കർമ്മവിജയങ്ങളും കർമ്മവശ്യങ്ങളും കർമ്മിക്കുണ്ടാകും. ദൈവത്തിനാണെങ്കിൽ അത് അസലാവും ചെയ്തു, നന്നാവും ചെയ്തു. അപ്പം അങ്ങനെ. അപ്പോൾ ഓരോ കുടുംബത്തിലും ഇതേപോലെയാണ് മുന്നേ ചെയ്തിരുന്നത്. മുന്നേ കാലത്ത് ആദിമ സംസ്കാരത്തിൽ തന്നെ ചെയ്തിരുന്നത് ഈ കർമ്മ. അത് ബ്രാഹ്മണിക്കലൊക്കെ വന്നതിന് ശേഷമാണ് ഈ കർമ്മങ്ങളൊക്കെ മാറ്റി മറ്റുള്ള കർമ്മങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പല കുടുംബത്തിലും അത് ആ കർമ്മപ്രീതി പെടാതെ പൂർവാചാരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ് പിന്നെ കർമ്മികൾ വിധിക്കുക. അപ്പം അത് ചെയ്യുമ്പോഴാണ് കൂടുതൽ തൃപ്തി അമ്മയ്ക്ക് ഉണ്ടാകുക. ആ കാളിയുടേതായ ഒരു മുഖക്കെട്ടൊക്കെ മാറി, ആ മാറാല കെട്ടിയിട്ടുള്ളൊക്കെ മാറി ഒരു ഉഷാറായിട്ട് അതേത്
ആ ദാരികനെ കൊന്നിരുന്ന ഓരോ കാളിയും ഓരോ കർമ്മത്തിനും ഓരോ ദാരിക നിഗ്രഹത്തിന്റെ ആ സന്ദർഭത്തിലാവും നിൽക്കണം. അവൻ്റെ 1000 വീട്ടില് 1000 ദേവി ഉണ്ടെങ്കിൽ ഒറ്റ ചൈതന്യം തന്നെ. അപ്പൊ ഈ 1000 വീട്ടിലും 1000 കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും ആ ഭദ്രകാളി ദാരികനെ നിഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സമയം, ദാരികനെ ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 10ൽ വ്യാഴം വന്നപ്പോഴാണ് അത്ര ദാരികനെ ഭദ്രകാളി നിഗ്രഹിച്ചത് അലക്കിയിട്ടുള്ളത്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ, ഇത് ചിലപ്പോൾ ജ്യോത്സ്യത്തിലൊക്കെ പറയാറുള്ളതാണ്, എത്ര ബലവാനായാലും ശരി പ്രഗത്ഭനായാലും ശരി അവന്റെ 10ാം വ്യാഴം വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ സംഗതികളും വിട്ടുപോയിരിക്കുന്നു എന്ന് പറയും. അത് സ്ത്രീകളുടെ കൈകൊണ്ടാണ് നാശം എന്ന് ചിലവർ പറയും. അപ്പൊ ആ ദാരികനെ നിഗ്രഹിക്കുന്നതായ ആ ഒരു സമയം പോലെ 1000 വീട്ടിലും 1000 ഒരേ സമയത്താണ് കോഴിനറക്കണമെന്ന് ശരി, ഓരോ വീട്ടിലെ ശക്തിയും ഓരോ വീട്ടിലെ മുത്തച്ഛനോട്ടുള്ള ബന്ധം അത് ആ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത വീട്ടിൽ ഇതായിരിക്കില്ല. അത് അവിടുത്തെ മുത്തച്ഛൻ്റെ, അവിടുത്തെ സമ്പ്രദായത്തിന്റെ, അവിടുത്തെ മുഹൂർത്തിലെ കെട്ടുറപ്പോട് കൂടിയിട്ടുണ്ടാകുക. അപ്പോൾ ആ കോഴീനിറക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ദാരികനെ കൊല്ലുന്നതായ ആ ഒരു ഇതിലാണ് നിൽക്കുക. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആ നാമധേയങ്ങളൊക്കെ പറഞ്ഞ് വലിയ കാളികളും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ആ ദേവിയുടെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ആ കോഴീനെ അറുത്ത് കഴിഞ്ഞാൽ അതേ ഒരു പ്രഭാവം ഇവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതേ ഒരു അനുഭവം ഇവിടുത്തെ ദേവിക്കും ഉണ്ടായിരിക്കും. അത് ആ ദേവി ഒരു സെക്കൻഡെങ്കിലും ആ തനതായ ആ ദേവിയുടെ ശക്തി ഇതിലേക്ക് എത്തിയിരിക്കും. ആ ഗുരുമുത്തച്ഛന്മാർക്ക് എല്ലാവർക്കും അതുകൊണ്ടൊരു പൂർവാധികം ശക്തിയും ഐശ്വര്യവും അനുഗ്രഹവും അവർക്ക് തന്നെ ഉണ്ടായിരിക്കും ആ ദേവിയുടെ ആ ഒരു സാന്നിധ്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള കുടുംബങ്ങളുണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യാൻ ഇങ്ങനെ ഈ കർമ്മങ്ങളായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് അവരുടെ ആണ്ടൃതകളിലോ അല്ലെങ്കിൽ അവരുടെ തട്ടകത്ത ഉത്സവത്തിനോ ഒക്കെ ചെയ്യാം. വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിനത്തിനോ അതിന് പകരം വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം അത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ പഠിക്കുക. താല്പര്യമുള്ളവർ ഇത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കുക. ആ പഠിച്ചിട്ട് ഉത്തമത്തിലുള്ള കർമ്മം ചെയ്യാനായിട്ട് വരുന്ന കർമ്മികളെ അവർ ഉത്തമത്തിൽ ചെയ്യട്ടെ. മധ്യമത്തിൽ കർമ്മം ചെയ്യാൻ ആ കളം കെട്ടി അതിലൊക്കെ ഒരു കൂട്ടി അതിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കോഴീനറുത്ത് ആ കോഴീനറുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരുതി കമഴ്ത്തണം, തർപ്പണം ചെയ്ത് തർപ്പണം ചെയ്ത് ഗുരുതി കമഴ്ത്തി അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് എടുക്കണം. അപ്പോഴേക്കും ഈ അറുത്ത കോഴിയുടെ മാംസം അത് വേഗം പാകം ചെയ്ത് വന്നിട്ട് ഇവർക്ക് തന്നെ അത് കഴിക്കാനായിട്ട് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് പഴയ ആളുകൾ പൂർവികാചാരത്തിന് ചെയ്തിരുന്ന കർമ്മ അതന്നെയാണ് ഇന്നും വിലയുള്ളത്. ഇത് കേൾക്കാൻ പലരും ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ നമ്മൾ എന്ന് പറയേണ്ട കാര്യമില്ല. ഈ കർമ്മമാണ് കർമ്മം. അതിനെ ആർക്കും അറിയില്ല. അത് പഴയ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ളതായ മുദ്രകളൊക്കെ ചെയ്യുന്ന കർമ്മം എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതാവില്ല. അത് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് 100% അതന്നെ വേണം, അല്ലാതെ കാര്യമില്ല. ഇതിനെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ മൂർത്തികൾക്ക് അത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കുടുംബങ്ങൾക്കും അവരുടെ പൂർവികാചാരത്തിലുള്ളതായ കർമ്മങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ ആ ഗുരുമുത്തച്ഛനും മന്ത്രമൂർത്തികളും മനസ്സും വയറും തെളിഞ്ഞ് ബുദ്ധി ഉണർന്ന് നല്ലതായ ശക്തി ചൈതന്യത്തോടുകൂടി കർമ്മവശ്യങ്ങളും കർമ്മവിജയങ്ങളും ആപത്തൊഴിഞ്ഞ് ഏവർക്കും നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എൻ്റെ ഈ വാക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.